ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of the Lord Jesus Christ be glorified. ഒരു ചൊവ്വാഴ്ച കൂടെ ഒന്നിച്ച് നമുക്കിങ്ങനെ കൂടുവാൻ ദൈവം നൽകിയ ഈ അനുഗ്രഹീതമായ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I praise and thank God for one more Tuesday that the Lord has given for each one of us to gather together and be in the presence of God and learn from His word. ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കിടുകയായിരുന്നല്ലോ. I had been sharing with you various life experiences with you in the past weeks. പാസ്റ്റർ എംപൗലോസും പാസ്റ്റർ ആലപ്പുഴ ജോർജ് കുട്ടിയും എന്നെ ഹരിയാനയിലേക്ക് യാത്ര അയച്ച കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. In the last week, I had mentioned to you about the experience of how Pastor Alapula George Kuti and Pastor M. Paulos had sent me on the journey to Haryana. എന്റെ കയ്യിൽ 85 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാരണത്താൽ എന്റെ യാത്രയിൽ എറണാകുളത്തേക്കുള്ള ടിക്കറ്റ് എടുത്താണ് ഞാൻ ട്രെയിനിൽ കയറിയിരുന്നത്. Because I had only 85 rupees, I didn't have the fare to cover the whole journey. I took the ticket to Ernakulam and I was inside the train. എന്നാൽ ട്രെയിൻ നീങ്ങിയപ്പോൾ ആലപ്പുഴ ജോർജ് കുട്ടി പാസ്റ്റർ 100 രൂപ എന്റെ കയ്യിൽ തരികയുണ്ടായി. When the train started moving, Pastor George Kuti from Alapura, he gave 100 rupees into my hand. അപ്പോൾ എനിക്ക് ധാരാളം മതിയായിരുന്നു ഹരിയാനയിൽ എത്തിച്ചേരുവാൻ അന്ന് ആ കാലത്ത്. So that time in those days, that was enough for me to cover for the whole journey to Haryana. ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിൻ ആയിരുന്നെങ്കിലും എനിക്ക് എറണാകുളം വരെ ആയിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്. Though the train was going to Delhi, I had only taken the reservation up to Ernakulam. ഞാൻ എറണാകുളത്ത് ഇറങ്ങി. I got down in Ernakulam. ചിലരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി ഡൽഹിയിലേക്ക് പോകാനുള്ള എളുപ്പമാർഗം മദ്രാസിൽ നിന്ന് പോകുന്നതായിരിക്കും. ഇവിടുന്ന് മദ്രാസിൽ ചെല്ലുക, അവിടെ നിന്ന് ഡൽഹിക്ക് പോകാം എന്ന് ചിലരെന്നോട് പറഞ്ഞു. So when I found out that the easiest way to reach New Delhi would be to go to Madras and then take another train there. അങ്ങനെ ഞാൻ മദ്രാസിൽ എത്തി. So in that way I came and reached Madras. അവിടെ നിന്ന് മൂർ മാർക്കറ്റിൽ നിന്ന് ഒരു പാന്റ് കൂടെ ഞാൻ വാങ്ങി. So in that Moor market, I bought one more trouser second hand. ഇന്ന് മൂർ മാർക്കറ്റ് ഒന്നുമില്ല, അതൊക്കെ കത്തിച്ചു കളഞ്ഞു. ആ പഴയ മദ്രാസ് പട്ടണത്തെ അറിയാവുന്നവർ ഓർക്കേണ്ടതിനാണ് ഞാനത് പറഞ്ഞത്. Now those Moor market is not there, it's all burnt off. I was just wanting to mention to you how the old Madras city was. അങ്ങനെ ഡൽഹിയിലേക്ക് നിസാമുദ്ദീനിലേക്ക് പോകുന്ന ഒരു കൽക്കനി ട്രെയിനിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ ഞാൻ കയറി. കാരണം എളുപ്പം ചെല്ലുമല്ലോ. So I took a train which reaches Nizamuddin. I was in the front compartment, which is an ordinary compartment, so that we can reach early. അതാണല്ലോ, എത്ര ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്തവരാണെങ്കിലും ഞങ്ങളായിരിക്കുമല്ലോ ആദ്യം ഡൽഹിയിൽ എത്തുന്നത്. Though people may travel in first class, but we will be reaching Delhi first. പക്ഷേ മദ്രാസ് കഴിഞ്ഞതോടുകൂടെ ഭാഷാപരമായ പ്രശ്നം എന്നെ അലട്ടാൻ തുടങ്ങി. But as we crossed Madras, the language problem was putting me into difficulty. അല്പം മലയാളവും തമിഴും ഒക്കെ അറിയാമായിരുന്നത് കൊണ്ട് ഈ രണ്ട് സ്റ്റേറ്റിലും വലിയ ബുദ്ധിമുട്ട് ഉണ്ടായില്ല. Little bit Malayalam and Tamil which I knew, so I could manage in these two states. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഭാഷ ആവശ്യമുണ്ട്. So if I have to go journey more and be there, I need to know the language there. പരിചയക്കാരെ ആവശ്യമുണ്ട്. I need to know people there. ഒരു വിശ്വാസത്തോടു കൂടിയുള്ള ഒരു യാത്രയാണത്. This was a faith journey. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ബൈബിൾ കോളേജും ഡൽഹിയും ഒക്കെ അറിയാവുന്ന ചില മലയാളികളെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. I prayed like this, Lord, let you please give me people whom I may know, who will know Malayalam also at the place of Delhi. കുറെ കഴിഞ്ഞപ്പോൾ ചില മലയാളികളെ എനിക്ക് ആ കമ്പാർട്ട്മെന്റിൽ പരിചയപ്പെടാനിടയായി. After some time, I could come to converse with some other Malayalis in the same compartment. അവര് ഡൽഹിയിലെ ഏതോ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരാണ്. They were working in some hotel in Delhi. അവരെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അവരുമായി ഞാൻ പരിചയപ്പെട്ടു. So when I saw them, I was very happy and I got to know them.
ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടർ കെ വി പോൾ പിള്ളയുടെ അടുക്കലേക്ക് പോകുകയാണ്, അദ്ദേഹത്തിന്റെ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് പോകുകയാണ് എന്നവരോട് പറഞ്ഞു. So I told them that I'm going to Dr. K.V. Paul in the Bible college that he is teaching. അവർക്ക് അതിനെ കുറിച്ചൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല. They didn't have any much knowledge about it. എങ്കിലും ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അയാൾക്ക് എന്തോ സ്കൂളോ എന്തൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞു. So one person said, I have heard that he had some school and all, like he said. എന്നുമാകട്ടെ, എനിക്ക് അവരെ ഡൽഹി വരെ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമായി. Somehow I was very happy that I can be at least friends with them, at least till we reach Delhi. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടതിന്റെ 4ാമത്തെ വർഷം 1977 ജൂലൈ മാസം 20 ഞങ്ങളുടെ ട്രെയിൻ ഭോപ്പാലിൽ വന്നു. So after I was born again, on the 4th year in the 1977 Jan 20 we reached Bhopal. ആ 4 വർഷത്തിനുള്ളിൽ 3 വർഷം പഠിക്കാനും ഇടയ്ക്ക് പ്രവർത്തിക്കാനും ഒക്കെ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. In the period of 4 years, 3 years, I could study and also work, minister to the Lord, and I praise God for those opportunities that He gave me. അങ്ങനെ ഞാൻ കയറിയതായ ആ ട്രെയിൻ ഡൽഹിയിലെ നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷനാണ്, അവിടെ വന്നു നിന്നു. So the train I climbed on came to this large station in Nizamuddin. ട്രെയിനിന്റെ ഏറ്റവും ഫ്രണ്ട് കമ്പാർട്ട്മെന്റ് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിലും കൽക്കരി ട്രെയിൻ ആയിരുന്നത് കൊണ്ട് അല്പം കഴിഞ്ഞപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. Because though I thought the first compartment would be very easy for us to get down, but because it was a train carrying coal, it was very difficult to be there. ഈ കൽക്കരിയുടെ പൊടികളെല്ലാം തലമുടിയിലും ഷർട്ടിലും എല്ലാം കൊണ്ട് നിറഞ്ഞിരുന്നു. All the dust of the coal was filling our hair and all our dress was spoiled. കുളിച്ചിട്ട് തന്നെ 2-3 ദിവസമായി. After bathing it was 2-3 days. അങ്ങനെ നിസാമുദ്ദീനിൽ ഒരു രാത്രി 3 മണിക്കോ 4 മണിക്കോ ഞങ്ങൾ എത്തി. So we reached Nizamuddin in the early morning 3 or 4 a.m. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് നിസാമുദ്ദീൻ ഡൽഹിയും എന്നൊക്കെ പറയുന്നത്. In my life, first time I'm hearing about this place and seeing that place. ഇനി നേരം വെളുക്കാൻ കാത്തിരിക്കുകയാണ്, ഇവരെന്നെ ഗ്രീൻ പാർക്കിൽ വിടാം, ഡൽഹിയിലെ ഗ്രീൻ പാർക്കിൽ വിടാം എന്നൊക്കെ പറഞ്ഞ് അവരോട് കൂടി ഞാനും കൂടിയിരിക്കുകയാണ്. So we were waiting for the dawn. So they said that they will leave me in Green Park, so I was along with them. നേരം ഏകദേശം വെളുത്തപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. As soon as it dawned, we went to the bus stop. എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സ്നേഹിതര് ഇതിനിടയ്ക്ക് അവിടെ കണ്ട ഒരു സ്ത്രീയെ കൂടെ തങ്ങളുടെ കൂടെ കൂട്ടിയിരുന്നു. The friends along with me had already joined another woman whom they saw there. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ യാത്ര അപകടമാണ്. Then I understood that this journey is dangerous. അവർ ഹോട്ടൽ തൊഴിലാളികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല. വളരെയധികം പ്രോസ്റ്റിറ്റ്യൂട്ട്സുകൾ ഇങ്ങനെയുള്ള ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഉണ്ട്. സാധാരണ ആൾക്കാർ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. പക്ഷേ എനിക്ക് എന്റേതായ ഒരു വേർപാട് വേണമല്ലോ. So there were workers in the hotel and they didn't have any problem in having another lady. There were a lot of prostitutes there, and but because I was there, I needed a separated life. വഴി അറിയത്തില്ലെങ്കിലും ഭാഷ അറിയത്തില്ലെങ്കിലും അവരുടെ അടുക്കൽ നിന്ന് ഞാൻ ഓടിപ്പോയി. Though I didn't know the way or didn't know the language, I just ran off from them. ആ വട്ടത്തില് എനിക്ക് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി പോലും എടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. Even in that run, I couldn't even take that one suitcase which was with me. I couldn't take that. അതിലൊരാൾക്ക് എന്നോടൊരു ദയ തോന്നിയിട്ട് അയാളെ കൈകൊട്ടി വിളിച്ച് തന്റെ സൂട്ട്കേസ് എടുത്തോണ്ടോ, സൂട്ട്കേസ് എന്ന് പറയാനില്ല, പെട്ടി എടുത്തോണ്ടോ. So another one person had some mercy. He clapped his hand and said, "Please take this bag and go." And he let me. അദ്ദേഹം എന്നെ സഹായിച്ചു. എന്നെ ഗ്രീൻ പാർക്ക്, ഡൽഹി ഗ്രീൻ പാർക്കിൽ കൊണ്ടുപോയി വിട്ടു, ഇറക്കി. അവിടെ ബസ് വന്നപ്പോൾ അവിടെ ഇറങ്ങി. He helped me and he dropped me in the Green Park. എനിക്ക് പോകേണ്ടത് ഗ്രീൻ പാർക്ക് എക്സ്റ്റൻഷൻ ആണ്. I had to go to the Green Park extension. അദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് അല്പം അങ്ങോട്ട് നടന്നാൽ മതി, അപ്പോൾ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. He said, "They just walk a little bit, you can reach there." ഭാഷ അറിയാത്ത ഞാന് ഈ 3 ദിവസം കുളിക്കാതെ ഈ കൽക്കരി ട്രെയിനിന്റെ ആ കൽക്കരി പൊടികളും എല്ലാം തലയിലും മുഖത്തും
ഉടുപ്പിലും ആ മദ്രാസിൽ നിന്ന് വാങ്ങിയ ആ സെക്കൻഡ് ഹാൻഡ് പാൻറിലും എല്ലാം വീണ ഒരു പ്രത്യേക പരുവത്തിൽ ഞാൻ ഇറങ്ങി. I was in a peculiar fashion with all the cold powder over my hairs and my shirt and the pant that I had bought from Chennai, and I was going that place. എന്നേക്കാൾ വളരെ നീറ്റും ക്ലിയറുമായിട്ട് ജോലി ചെയ്യുന്ന വളരെ തൂപ്പുകാര് അന്ന് ഗ്രീൻ പാർക്കിൽ ഉണ്ടായിരുന്നു. Those days, the people more better or cleaner than me were there sweeping in the Green Park. അങ്ങനെ കണ്ണിൽ കണ്ട ഹിന്ദിക്കാരോട് നല്ല മലയാളത്തില് ഗ്രീൻ പാർക്ക് എക്സ്റ്റൻഷൻ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. So those whomever I came across, I told them in pure Malayalam to those Hindi people, where is Green Park extension? അവൻ ഗ്രീൻ പാർക്കും എക്സ്റ്റൻഷനും ഒക്കെ ഉള്ളത് കൊണ്ട് എന്റെ ഈ ആംഗ്യമൊക്കെ കണ്ടുകൊണ്ട് അവർക്കും എന്നെ മലയാളം മനസ്സിലായി. അവരിങ്ങനെ കൈയൊക്കെ കാണിച്ചു. Because there was English words Green Park extension, they just showed me the direction with their hand. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പലരോടും ചോദിച്ച് അവസാനം ഗ്രീൻ പാർക്ക് എക്സ്റ്റൻഷനിലെ B20 വീട്, അവിടെയാണ് ഡോക്ടർ പോൾ പിള്ളെ താമസിക്കുന്ന, അദ്ദേഹത്തിന്റെ വീട് കണ്ടുപിടിച്ചു. So I went and reached there and went to B20 where Dr. B.K. Paul was there, and I went and found his house. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു യാത്രയ്ക്ക് ഭാഷയൊന്നും അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല, ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയിരിക്കും. So that time I understood, for a journey you don't need to have the knowledge of the language. If you have the desire, you will reach that place somehow. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരി അവിടെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയാണ്. So when I went, there was some sister who was sweeping the backyard. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ ഇതാണോ ഡോക്ടർ പോൾ പിള്ളയുടെ വീട്? So I asked the sister, is this Pastor Paul Pillai's house? അവർ എന്നോട് പറഞ്ഞു, what brother what? അവർ എന്നോട് ചോദിച്ചു, what brother what? They asked me, what brother what? ഞാൻ ഓർത്തു, ദൈവമേ, ഇവിടെ തൂപ്പുകാരിയും ഇംഗ്ലീഷിലാണ് പറയുന്നത്, ഇനി എങ്ങനെ രക്ഷപ്പെടും? So I was thinking, Lord, even the person who's sweeping here in the courtyard is also speaking English. How will I manage in this place? ഏതായാലും അവര് എന്നോട് മലയാളത്തിൽ സംസാരിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരിക്കും വാട്ട് എന്നൊക്കെ പറയാനേ അറിയത്തുള്ളായിരുന്നു. Somehow she also started speaking Malayalam. Then only I came to know that she also knew only few words to speak in English. അങ്ങനെ എന്നെ അവിടെ സ്വീകരിച്ചു. ഡാനിയൽ പാസ്റ്റർ അന്ന് അദ്ദേഹം അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെയാണ്. എനിക്കൊന്ന് കുളിക്കാനും ഡ്രസ്സ് മാറാനും ഭക്ഷണവും ഒക്കെ എനിക്ക് ലഭിച്ചു. So like that, they invited me home. That pastor was preaching and teaching in that place, and I could bath and get good food there. അങ്ങനെ അന്ന് ഞാൻ അവിടെ ഉറങ്ങി. Like that, I took my rest there on that day. അവിടെ നിന്നും ഒരു 30-ലധികം കിലോമീറ്റർ അകലെയാണ് ഗ്രേസ് ബൈബിൾ കോളേജ്, ഹരിയാനയിലാണ്. So from there, around 30 kilometers away was this Grace Bible College in Haryana. രാവിലെ ആയപ്പോൾ ഒരു സുമുഖനായ ഒരാൾ ആ 2 നില കെട്ടിടത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. So when it was morning, there was a handsome person who was coming down from the building. നല്ല ടൈയും കോട്ടും പാന്റും ഒക്കെ ചെയ്ത് ബെറ്റുമൊക്കെ ഇട്ട് നല്ല തിളങ്ങുന്ന ഷൂസും നല്ല പ്രകാശിക്കുന്ന മുഖവുമായിട്ട് ഡോക്ടർ പോൾ പിള്ളை ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. Dr. Paul Pillai was coming with all the tie and suit and wonderful shining face. He was coming down. എന്നെ അദ്ദേഹം കണ്ട് ഷേക്ക് ഹാൻഡ് നൽകി. Then he saw me and gave me a shake hand. അദ്ദേഹത്തിന്റെ കാറിൽ എന്നെ കയറ്റി. He took me in his car. അദ്ദേഹത്തിന്റെ കാറിൽ എന്നെ ബൈബിൾ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. In his car, he is taking me to the Bible college. ഒരു വലിയ സ്നേഹം അദ്ദേഹത്തിൽ ഞാൻ കണ്ടു. I could see a great kind of love in him. ഞങ്ങളെ മുൻപ് കണ്ടിരുന്നില്ല. Before we had not yet met. അദ്ദേഹം പണ്ട് ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. He was an advocate earlier. ഇന്ത്യ ഗവൺമെന്റിന്റെ. He was to the Indian government. പിന്നീട് അദ്ദേഹം അതെല്ലാം വിട്ട് സുവിശേഷ വേലയ്ക്കായിട്ട് സമർപ്പിച്ചു. He had left everything and submitted himself to the work of the gospel. വളരെയധികം ഉപദ്രവങ്ങൾ സഹിച്ചു. He went through a lot of tribulations. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ
ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വ്യാപിച്ചു. ഹരിയാനയിൽ അദ്ദേഹം ഒരു 60 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടാക്കി. Like that, his work extended, and Haryana, he bought a land of 60 acres and he founded this Grace Bible College. ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുകയാണ്. This is the first time I was meeting him. ഞാൻ ആദ്യം അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുകയാണ്. And this is the first time I'm hearing about him. പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു ഇങ്ങനെ കൊടുത്താണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. Because I had the desire to study is what I got this admission also. അതിന് പിന്നിലും ഒരു അത്ഭുതമുണ്ട്. There is a wonder even behind that. എനിക്ക് ഭാഷാപരമായ അറിവില്ലെന്നും വിദ്യാഭ്യാസം കുറവാണെന്നും മനസ്സിലാക്കിയ ഗ്രേസ് ബൈബിൾ കോളേജിന്റെ അധികാരികൾ എനിക്ക് അഡ്മിഷൻ നൽകുന്നതിൽ അവര് തയ്യാറായില്ല. The authorities of the Grace Bible College, because they knew that I was not well educated or good in language, they were not happy in giving me the admission. എന്നാൽ എന്റെ ആപ്ലിക്കേഷൻ ഫോം ഡോക്ടർ പോൾ പിള്ളയുടെ കയ്യിൽ അവർ തള്ളിക്കളഞ്ഞത്, കോളേജ് അധികാരികൾ തള്ളിക്കളഞ്ഞത് ഫൗണ്ടർ പ്രസിഡന്റ് കയ്യിൽ കിട്ടുവാനായിട്ടിടയായി. But the application form which was rejected came into the hands of the founder president, Pastor Paul Pillai. അദ്ദേഹത്തോട് ദൈവം ഇങ്ങനെ സംസാരിച്ചു എന്ന് പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു. He said after some words that the Lord had spoken to him about me. കോളേജ് ഫാക്കൽറ്റി എന്നെ എനിക്ക് അഡ്മിഷൻ നൽകുവാൻ മടിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവ് തന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് എന്നോട് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. Though the college faculty were not happy in giving me and rejected the application, the Holy Spirit spoke to give me the admission there. Admit that young man in your college, that I want to send him to many countries for the extension of my kingdom. Amen. Yes. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നോടൊരു ബഹുമാനമുണ്ടായി. That is why he had a certain kind of honor and respect towards me. എന്നോട് പാസ്റ്റർ പൗലോസിന്റെ വീട്ടിൽ വെച്ച് ദൈവം സംസാരിച്ച കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. I didn't say to him what Pastor Paulus had spoken to me in my own place. I didn't say to him. അദ്ദേഹത്തോട് ദൈവം ഹരിയാനയിൽ വെച്ച് എന്നെ കുറിച്ച് സംസാരിച്ച കാര്യം അദ്ദേഹം എന്നോടും അപ്പോൾ പറഞ്ഞില്ല. To me, the Lord had spoken to him in Haryana. He didn't tell me at that time. പക്ഷെ ഈ ദൈവശബ്ദം ഞങ്ങൾ രണ്ടുപേരും കേട്ടതുകൊണ്ട് അറിയാത്തൊരു ആകർഷണം ഉണ്ടായി. Because we both had heard this God's voice, there was an attraction which we had not yet known. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ അറിയപ്പെട്ട, ലോകം അറിഞ്ഞ വലിയൊരു എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെ ആയ പോൾ പിള്ളെ അദ്ദേഹത്തിന്റെ കോളേജിലെ ഒരു സ്റ്റുഡന്റിനെ അദ്ദേഹത്തിന്റെ കാറിൽ കൊണ്ടുപോകുക, അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്യുക ഒക്കെ എനിക്ക് അത്ഭുതം തോന്നി. The world famous person who was a great preacher, and to go in his car, he is only driving that car, and going with him was a great honor for me. അങ്ങനെ ഞങ്ങൾ ഹരിയാനയിൽ പ്രവേശിച്ചു. We entered Haryana. ഗോർഗോൺ കഴിഞ്ഞ് ഇപ്പോഴത്തെ മാരുതി കമ്പനികളൊന്നും അന്നില്ല. ഗുരുഗ്രാം. We passed the Maruti company that we see now was not there then. ഡാൻകോട്ടിലേക്ക് ചെന്നു. ഇരുവശങ്ങളിലും ഈ കടുക് തോട്ടങ്ങളും അതുപോലെ തന്നെ പാടശേഖരങ്ങൾ, ഇങ്ങനെ ഗോതമ്പ് വയലുകളും ഒക്കെ ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്തിൽ കിടക്കുന്നു. In Pathankot there were a lot of fields of wheat and mustard seed, and which eyes could not fathom. ഗ്രേസ് ബൈബിൾ കോളേജിന്റെ മുൻപിൽ like that we came and landed in front of Grace Bible College. അന്നത്തെ അക്കാഡമിക് ഡീൻ ഒരു ഇംഗ്ലണ്ടുകാരനായ കെൻ അക്കിൻസൺ എന്ന് പറയുന്ന ഒരാളായിരുന്നു. Those days the academic dean was Ken Kitson. ഇന്ത്യയിലെ 14 സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. There were students from 14 states of India. അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ അധ്യാപകർ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. There were also teachers from America and Australia teaching there in the Bible College. അവൻ പുതിയ സ്റ്റുഡന്റിനെ കാണാനായിട്ട് ഡീൻ വന്നു. So to meet the new student, the dean of the Bible College came. ബ്രിട്ടീഷുകാരൻ എന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, തനി ബ്രിട്ടീഷ് സ്റ്റൈലിൽ. So he was in a British person with a British style. He was having a hat and standing there.
അദ്ദേഹം എന്നെ വെൽക്കം ചെയ്യുകയും പിന്നെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. He welcomed me and he started speaking to me. ഡൽഹിയിലെ വേലക്കാരിയുടെ വാട്ട് കേട്ട് കുഴഞ്ഞു വന്ന ഞാന് സായിപ്പിന്റെ ഇംഗ്ലീഷ് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. So in Delhi, where I had heard that servant ladies what, and now here I didn't know what to do with the English he was speaking. കുറെ കഴിഞ്ഞപ്പോൾ സായിപ്പിന് മനസ്സിലായി ഇവനോട് അധികം സംസാരിക്കാതിരിക്കുന്നത് അയാൾക്കും എനിക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം തോൽവി സമ്മതിച്ച് മടങ്ങിപ്പോയി. After some time, the dean understood that if we talk more, he also will be embarrassed. Both of us will be embarrassed. So he went off. അങ്ങനെ പണമില്ലാതെ ഭാഷയില്ലാതെ ഞാൻ ആ കോളേജിലേക്ക് കയറി. So without money or without any form of language, I entered the Bible college. ദൈവമനുവദിക്കാണ് തുടർന്നുള്ള അടുത്ത ആഴ്ചകളിൽ എനിക്ക് ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, എൻ്റെ സാമ്പത്തിക നിലകൾ എങ്ങനെയായിരുന്നു, തുടർന്ന കാര്യങ്ങളൊക്കെ ദൈവമനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. God willing, how the Lord provided for me the finances, how the studies went, we will come think about it in the coming week. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. We have been meditating from the book of Revelation, chapter 3, Philadelphia Church. 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ഫിലദൽഫിയ സഭയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. The message to the church in Philadelphia is written in chapter 3, verse 7 to 13. ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 സഭകളിലെ 6ാമത്തെ സഭയാണ് ഫിലദൽഫിയ സഭ. Philadelphia was the 6th church of the 7 churches in Asia Minor. ഇന്ന് സഭകൾ ഇരുന്ന പട്ടണങ്ങളൊക്കെ ടർക്കിയിലാണ്. Today, these churches were is the modern day Turkey. ഇത് സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Because we have already thought about it in the previous weeks, we will not repeat it again. 8-ാം വാക്യത്തിൽ കർത്താവ് അഭിനന്ദനമായിട്ട് സഭയോട് പറയുന്നത് ഇങ്ങനെയാണ്. In the 8th verse, the Lord is commending this church. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. I know your works. See, I have set before you an open door, and no one can shut it. For you have a little strength, and have kept my word, and have not denied my name. ഈ വാക്യത്തിന്റെയും പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. This verse, even half of it, we had meditated upon it in the last week. ഈ വാക്യത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. The last part of this verse we are going to meditate today. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. For you have a little strength, have kept my word, and have not denied my name. ഇതൊരു ചെറിയ കാര്യമല്ല. This is not a small thing. എല്ലാവരുടെയും അംഗീകാരവും എല്ലാ കഴിവും ഉള്ളപ്പോൾ കർത്താവിന്റെ നാമത്തെ നിഷേധിക്കാതിരിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട്. When we have the appreciation of everyone and not denying the name of the Lord Jesus is not much of a great value. ഇവിടെ ഫിലദൽഫിയ സഭയ്ക്ക് പൊളിറ്റിക്കലി അത് പവർഫുൾ അല്ല. Here the Philadelphian church was not politically powerful. റിലീജിയസ്ലിയും അവര് പവർഫുൾ അല്ല. In the religious way also they were not having much of power. സാമ്പത്തികമായിട്ടും അവർ വലിയ ശക്തരല്ല. Financially also they were not much of great power. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ വചനം അവർ കാത്തു. But still they held on to the word of God. ദൈവത്തിന്റെ നാമം നിഷേധിച്ചിട്ടില്ല. They did not deny the name of the Lord. ഇത് വളരെ ആഴമേറിയ ഒരു കാര്യമാണ്. This is a very deep, meaningful thing. നമ്മൾ സ്തെഫാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ When we study about Stephen, താൻ ശക്തനായിരുന്നില്ല. he was not a strong person. സഭയിൽ ഒരു പാസ്റ്റർ ആയിരുന്നില്ല, ഒരു അപ്പോസ്തലനായിരുന്നില്ല. He was not a church pastor or an apostle. സഭയിൽ പ്രശ്നമുണ്ടായപ്പോൾ ഭക്ഷണം വിളമ്പുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ മാത്രമാണ്. When there was an issue in the church, he was the person who was selected to serve the tables there. അത് മാത്രമല്ല,
റോമൻ സാമ്രാജ്യത്തിൽ അദ്ദേഹത്തിന് ഒരു ജോലിയുമുള്ള വ്യക്തിയായിരുന്നില്ല. Not only that, he didn't have any job in the Roman Empire. യഹൂദ മതം തനിക്കെതിരായിരുന്നു. The Jewish religion was against him. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. That is why they didn't hesitate to throw stones on him and kill him. തനിക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളെങ്കിലും താൻ ദൈവത്തിന്റെ നാമം നിഷേധിച്ചില്ല. Though he had little strength, he did not deny the name of the Lord Jesus. ദൈവത്തിന്റെ വചനം താൻ കാത്തു. He held on to the word of God. അതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തനിക്ക് വേണ്ടി തുറന്നു. Therefore the open heaven was opened for him. ഇവിടെ കർത്താവ് പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും, അതാരും അടയ്ക്കുകയില്ല. ഞാൻ തുറന്നാൽ ആരും അടയ്ക്കുകയുമില്ല. Here the Lord is saying, you have little strength and you kept my word. Because of that, if I open the door, no one can shut. And if I shut the door, no one can open. നാം കാണുന്നു, സ്തെഫാനോസിന് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു. We see for Stephen, there was an heaven opened. റോമാക്കാർ അവരുടെ വാതിൽ ആ ദൈവഭക്തനെതിരായിട്ട് അടച്ചു. The Romans had closed their doors upon him. ജൂതമതം അതിന്റെ വാതിലുകൾ ആ ഭക്തനെതിരായിട്ട് അടച്ചു. The Judean religion had closed their doors on the saint. എന്നിട്ടും താൻ കർത്താവിന്റെ നാമം നിഷേധിച്ചില്ല. Yet he did not deny the name of the Lord. കർത്താവിന്റെ വചനം താൻ മുറുകെ പിടിച്ചു. He kept strongly holding fast to the word of God. ന്യായാധിപന്മാരുടെ മധ്യത്തിൽ യേശുവിനെ ഉയർത്തി. He lifted up the name of Jesus in front of all the judges. അങ്ങനെ പറഞ്ഞാൽ തനിക്ക് വധശിക്ഷ കിട്ടുമെന്ന് തനിക്കറിയാം. He knew if he spoke like that in front of the scribes, he will receive the capital punishment. പക്ഷേ ആ ന്യായാധിപന്മാരുടെ മുൻപിൽ യേശുവിനെ ഉയർത്തി ആ നാമം നിഷേധിച്ചില്ല. But in front of the scribes, he lifted up the name of Jesus. He did not deny his name. അവരെല്ലാം കൂടി അദ്ദേഹത്തെ കല്ലെറിയാനായിട്ട് കൊണ്ടുപോയി. They all took him together to stone him. വലിയ കല്ലുമായിട്ട് ഓരോരുത്തർ നിൽക്കുകയാണ്. All of them are standing with big stones. പല്ല് കടിച്ചു നിൽക്കുകയാണ്. They're all grinding their teeth and are against him. അല്പം ശക്തിയുള്ള ഒരു മനുഷ്യൻ, The one who had little strength. ഇയാളെ കൊന്നാൽ ഒരു സമരമുണ്ടാകുകയില്ല. If he is killed, nothing will happen. രാഷ്ട്രീയപരമായ ഒരു കോളിളക്കവും ഉണ്ടാകുകയില്ല. If there's anything coming against, there will be no uproar. മതപരമായ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. Religiously, there can be no issue rising against him. അതുകൊണ്ട് അവരെല്ലാം ശക്തരാണ്, അദ്ദേഹത്തെ കല്ലെറിയാൻ വന്ന് നിൽക്കുകയാണ്. So all those mighty people had come there to throw stones on him. എന്നാൽ ആ ദൈവഭക്തന്റെ മുഖം പ്രകാശിക്കുകയാണ്. ആ ദൈവഭക്തന്റെ മുഖം പ്രകാശിക്കുകയാണ്. The face of that dear man of God was shining. അയാൾക്ക് ഭയമില്ല. He didn't have any fear. കാരണം അദ്ദേഹത്തിന് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുന്നു. Because for him there was an open door there. ആ സ്വർഗത്തിന്റെ വാതിലാണ്. That was the door of heaven. ആ വാതിൽ തുറക്കുവാൻ കഴിവുള്ളവരാരുമില്ല. There is no one able to open the door of heaven. ഒരു റോമൻ ചക്രവർത്തിക്കും അത് തുറക്കുവാൻ കഴിയില്ല, അത് അടയ്ക്കുവാൻ കഴിയില്ല. No Roman emperor can open or shut that door. ഒരു ജൂത പുരോഹിതനും അത് തുറക്കുവാനും അടയ്ക്കുവാനും കഴിയില്ല. No Judean scribe can open it or shut it. യേശു പറയാണ്, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, ഞാൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. Jesus is saying, if I open, no one can shut it. If I shut it, no one can open it. അപ്പോൾ നാം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിന്നാൽ, So when we stand fast to the word of God, കർത്താവിന്റെ നാമം നിഷേധിക്കാതിരുന്നാൽ, when we take a decision, we do not want to deny the name of the Lord. ലോകം നമുക്കെതിരായി നിന്നിരിക്കാം. The world may come against us. അവർ നമ്മളെ കൊല്ലുവാൻ കൊണ്ടുപോയെന്നിരിക്കാം. They may be taking us to kill us. പല വാതിലുകളും നമുക്കെതിരായി അടച്ചു എന്ന് വരാം. Many doors may be closed against us. നമ്മളെ പുറത്താക്കിയെന്ന് വരാം. They may be putting us out. കർത്താവിന്റെ നാമം നിഷേധിക്കാതെ നിന്നത് കൊണ്ട് സ്വർഗം തനിക്ക് വേണ്ടി വാതിൽ തുറന്നു. But because we did not deny the name of the Lord, the heavens opened for us. എനിക്ക് ഹരിപ്പാടുകാരനായ ഒരു മുരളിയെ അറിയാം.
I know a person called Murli belonging to Haripa. അദ്ദേഹം ഒമാനിൽ വെച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു നായർ യുവാവായിരുന്നു. He received the Lord Jesus from a Nair background in Oman. അദ്ദേഹം വളരെ സന്തോഷത്തോടെ വീട്ടിൽ വന്നു. He came back home very happily. മാതാപിതാക്കളും സഹോദരിമാരും ഓടി വന്നു. The parents and sisters all came running to him. എന്നാൽ താൻ ക്രിസ്ത്യാനിയായെന്ന് മനസ്സിലായപ്പോൾ, but when they understood that he had turned to Christianity, ജോബ് വിസയുള്ള ആ പാസ്പോർട്ട് അപ്പൻ എടുത്തിട്ട് പറഞ്ഞു, ഇതിൽ എന്റെ പേരും കൂടിയുണ്ട്, ഇത് ക്രിസ്ത്യാനിക്ക് പിടിക്കേണ്ടതല്ല, നീ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ ഈ പാസ്പോർട്ട് ഇനി നിനക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. This job visa has my name also as your father. If you do not deny this Christian tradition, you will not get back this passport. യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. He did not deny the Lord Jesus. തന്റെ അമ്മ ചൂലുമായിട്ട് വന്ന് തന്നെ അടിച്ചു. His mom came with the broomstick to beat him up. ശരീരം പൊട്ടി രക്തം ഒലിച്ചു. His body was broken and the blood was coming out. ആ സഹോദരൻ എന്റെ വീട്ടിലേക്ക് വന്നു. That dear brother came to my home. അപ്പൻ പാസ്പോർട്ട് കൊടുത്തില്ല. That father did not give him the passport. അയാൾ ഗൾഫിൽ പോയുമില്ല. That person did not go to Gulf also. അയാളെ സംബന്ധിച്ചിടത്തോളം ജോലിയായിരുന്നില്ല, ഗൾഫായിരുന്നില്ല വലുത്. As far as it concerned him, it was not his job, or going to Gulf was a big thing. തന്റെ പിതാവിന്റെ മുൻപിൽ, തന്റെ മതത്തിന്റെ മുൻപിൽ തനിക്ക് ശക്തിയില്ല. Before his father, before his religion, he didn't have much strength. പക്ഷേ കർത്താവിന്റെ നാമം നിഷേധിച്ചില്ല. But he did not deny the name of the Lord Jesus. അങ്ങനെ എത്രയോ ആൾക്കാരെ എനിക്കറിയാം. Like that, so many kind of people I know. അവർക്ക് വേണ്ടിയൊക്കെ സ്വർഗ്ഗം വാതിലുകളെ തുറക്കും. For those people, the Lord will, the heaven will open doors. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? Are you able to stand strong in the word of God? കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Are you able to strong, steadfast in the word of God? അതിനുവേണ്ടി അപമാനങ്ങളും നിന്ദകളും സഹിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ? Are you ready to go through various kinds of abuses and trials regarding that? അതോ ലോകത്തിനു വേണ്ടി, ലോകമഹത്വത്തിനു വേണ്ടി, അവരുടെയും ഇവരുടെയും എല്ലാം അംഗീകാരത്തിനു വേണ്ടി സത്യം അറിഞ്ഞിട്ടും പലതും നിഷേധിച്ചും മറച്ചുവെച്ചും രണ്ടും കൂടെ വേണം എന്നുള്ള താല്പര്യത്തിൽ നീങ്ങുന്നവരാണോ? Or are you going after the glory of the world and going into whims and fancies of others to accept them and also the Lord and somehow adjust and go forward? എത്രയോ പേരെ എനിക്കറിയാം, യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് അവരുടെ കുടുംബസ്വത്ത് നഷ്ടപ്പെട്ടവർ, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, സന്തോഷത്തോടെ സഹിച്ച അനേകരെ എനിക്കറിയാം. I know so many people because they accepted the Lord Jesus, they had to lose their inheritance in their family. They were put out, but they still happily held on to the name of the Lord Jesus. അപ്പോൾ തന്നെ എനിക്കറിയാം, ഒരു ജോലിക്ക് വേണ്ടി, അല്പസ്ഥലത്തിനു വേണ്ടി, ഒരു വിവാഹത്തിനു വേണ്ടി, സാമൂഹ്യ സ്റ്റാറ്റസിനു വേണ്ടി സത്യം അറിയാമായിരുന്നിട്ടും അതൊക്കെ മറച്ചു വെച്ച് ജീവിക്കുന്നവരെയും ഞാൻ ദുഃഖത്തോടെ കണ്ടിട്ടുണ്ട്. Others on the same way, in the opposite side, for just for a job or for a life partner opportunity or for being accepted in the community, they have denied the name of Jesus. കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. See, I have set before you an open door. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു. For you have little strength and you have kept my word. എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. And have not denied my name. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന കാര്യം 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. For those kind of people, the Lord is saying in verse 9, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. Indeed, I will make those of the synagogue of Satan who say they are Jews and are not, but lie indeed. I will make them come and worship before your feet and to know that I have loved you. നീ എന്റെ വചനം കാത്താൽ സാത്താന്റെ പള്ളിക്കാർ നിന്റെ കാൽക്കൽ നമസ്കരിക്കുന്ന നിലയിൽ ഞാൻ നിന്നെ ഉയർത്തും. If you keep my word, I will raise you up to a position where even the synagogue of Satan
will worship at your feet. അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് നിനക്ക് ബോധ്യമാകും. That time they will know that I have loved you. അപ്പോൾ ദൈവത്തിന്റെ വചനം കാക്കുന്നവർക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറക്കും. For those who keep the word of God, God will open the door. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ഇന്ന് നിന്ദിക്കുന്നവർ, ഇന്ന് അപമാനിക്കുന്നവർ ആദരിക്കത്തക്ക നിലയിലുള്ള ഉയർച്ചയിലേക്ക് അവരെ ദൈവം കൊണ്ടെത്തിക്കും. Those who stand for the word of God, the Lord will turn. Those people who are against us, those who are hurling abuses upon us, the Lord will turn and take us to a position where they will honor and respect us. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒക്കെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. And we have seen all these things literally happening in the life of Paul. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ ലുസ്രയിലുള്ള ശുശ്രൂഷയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. In Acts chapter 14 we see about the ministry of Paul at Lystra. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരാളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുകയാണ് പൗലോസ്. Here Paul is healing a person crippled from his mother's womb who had never walked. അവിടെ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. There were 2 prominent temples in that place. ആ ക്ഷേത്രത്തിലെ പൂജാരിമാർ പറഞ്ഞു, ദൈവങ്ങൾ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. The priests of the temple, they raised in their own language, they said, the gods have come to us in the likeness of men. ഈ ദൈവദാസന്മാരെ നമസ്കരിക്കാനായിട്ട് ആ പട്ടണത്തിലുള്ള പൂജാരിമാരും ആരാധകരും വരുന്ന രംഗങ്ങൾ 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. We see those people of that city and all those priests are coming to worship before the servants of God. പക്ഷേ പൗലോസ് ആരാധന സ്വീകരിച്ചില്ല. But Paul did not receive their worship. ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ ആരാധനയെ തടയുന്നതാണ് നമ്മൾ കാണുന്നത്. We see that you have to put your all worship to God and he's hindering them to bow down. എങ്കിലും ദൈവത്തിന്റെ ഭക്തന്മാർ അവിടെ ആദരിക്കപ്പെടും നമ്മൾ കാണുന്നുണ്ട്. But we see the servants of God are honored in that place. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പത്രോസിനെ നമസ്കരിക്കുന്ന ഒരു റോമൻ ക്യാപ്റ്റനെ നമ്മൾ കാണുന്നുണ്ട്. In Acts chapter 10 verse 25 we see a Roman captain who is honoring the apostle Peter. റോമൻ ക്യാപ്റ്റൻ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയവനും പത്രോസിനെ പോലുള്ളവർ ഏറ്റവും ചെറിയവരുമായിരുന്നു. The Roman captain in those days were big people and Peter like apostles were very small people. മത്സ്യത്തൊഴിലാളിയായിരുന്ന അദ്ദേഹം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിന്നപ്പോൾ ഒരു ക്യാപ്റ്റൻ വന്ന് അദ്ദേഹത്തിന്റെ കാലിൽ നമസ്കരിക്കുകയാണ്. When the fisherman was standing for the Lord and he was an apostle, now the captain is coming and bowing at his feet. പക്ഷെ പത്രോസ് അതിനെ തടഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നുണ്ട്. But Peter is hindering him to worship him and lifted him up and saying, you have to worship God. ഞാനും നിങ്ങളും കർത്താവിന്റെ വചനത്തിനു വേണ്ടിയും കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുമ്പോൾ വലിയ അപമാനങ്ങളും നിന്ദകളും അവഗണനകളും സ്വാഭാവികമായി ഉണ്ടായി എന്ന് വരാം. When I and you stand for the name of the Lord Jesus and the word of God, various kinds of people may say different kinds of things against us. പക്ഷെ അവിടെയും കർത്താവിന് വേണ്ടി നിന്നാൽ പിൽക്കാലങ്ങളിൽ നാം ആദരിക്കപ്പെടും, പിൽക്കാലങ്ങളിൽ നാം അംഗീകരിക്കപ്പെടും. But even there, when we take a decision, Lord, we want to stand firmly in you, the Lord will make opportunities where in the coming days they will honor us and they will respect us. യഹൂദനെന്നും യഹൂദന്റെ പള്ളി എന്നും ഒക്കെ പറയുമ്പോൾ കർത്താവ് അത് കാണുന്നത് സാത്താന്റെ പള്ളിയും സാത്താന്റെ ആൾക്കാരുമായിട്ടാണ്. When it is spoken about the synagogue of the Jews, it is the Lord is seeing as a synagogue of belonging to Satan. അതുകൊണ്ടാണ് അവർ ഇവരെയൊക്കെ എതിർക്കുന്നത്. That is why these people are all against their ministry. അവരും നിന്നെ ആദരിക്കത്തക്ക നിലയിൽ ഉയർത്തുമെന്നാണ് കർത്താവിയുടെ വാഗ്ദത്തം ചെയ്യുന്നത്. The Lord is promising that even those people will honor you in such a way, I will raise you up to a position. അപ്പോൾ ദൈവത്തിന്റെ വചനം കാക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. The third thing that the Lord does for those who keep his word is written in verse 10. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തതുകൊണ്ട് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്കും. Because you have kept my command to persevere, I also will keep you from the hour of trial which shall come upon the whole world to test those who dwell on the earth.
ദൈവനാമം നിഷേധിക്കാതെയും കർത്താവിന്റെ വചനം കാക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള 3 വാഗ്ദത്തങ്ങൾ കർത്താവ് ഓർപ്പിക്കുകയാണ്. The Lord is reminding us about 3 promises of those who have not denied the name of the Lord Jesus and who have kept fast to the word of God. 1, ഞാൻ വാതിൽ തുറക്കും, അതാരും അടയ്ക്കുകയില്ല. 1, I will open a door, no one can shut it. 2, നിന്നെ നിന്ദിക്കുന്നവർ നിന്നെ ആദരിക്കത്തക്ക നിലയിൽ നിന്റെ കാൽക്കൽ ഞാൻ അവരെ കൊണ്ടുവരും. 2, those people who are abusing you, are hurling different kinds of things against you, I will bring them to your feet and make them honor you. 3, ഞാൻ നിന്നെ കാക്കും. 3rd thing, I will protect you. ഈ 3 കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. These 3 things I have seen literally happening, fulfilling in my life. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച കാലത്ത്, when I had accepted the Lord Jesus in those days, എന്റെ വീട്ടിലും എന്റെ നാട്ടിലും എല്ലാം ഞാൻ അവഗണിക്കപ്പെട്ടവനായിരുന്നു. in my home, in my town, in all ways they were hurling abuses against me. ആർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ല. No one was liking me. എല്ലാവർക്കും എന്നെ വെറുപ്പായിരുന്നു. Everyone were turning against me. ഞാൻ സ്നാനപ്പെട്ടു വരുമ്പോൾ എന്റെ വീട്ടിലെ ഒരു അയൽവാസിയായ ഒരു മീനാക്ഷി അമ്മ എന്റെ അടുക്കലോട്ട് വന്നു. When I took the baptism and came, a neighbor, Meenakshi Amma, came near me. മീനാക്ഷി അമ്മ ഞങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ മീനാക്ഷി അമ്മയെ കാണും. This Meenakshi Amma comes to the well in our home and takes the water, so every day we meet her. അവർ എന്റെ അടുത്ത് വന്നു, എടാ ഗോപാലകൃഷ്ണ, നീ പോയി സ്നാനപ്പെട്ട മാപ്പിളമാരുടെ കൂടെ കൂടിയോടാ എന്ന് ചോദിച്ചു. So this Meenakshi asked me, this Gopalakrishna, you have gone and taken baptism and joined these foreigners. അതുകൊണ്ട് അവർ തീർത്തില്ല. She didn't end with that. എടാ കാക്ക കുളിച്ച കൊക്കാവോടാ. She asked this, if the cock gets if the translation, it is so difficult to translate. If the crow gets the bath, will she become hen? അതിന്റെ അർത്ഥം നീ സ്നാനപ്പെട്ടവനും ക്രിസ്ത്യാനിയാകൂടാ എന്നാണ് ചോദിച്ചത്. In that meaning, if you take baptism, will you become a Christian? എന്നാൽ ആ മീനാക്ഷി അമ്മ പിന്നെ എന്നെ ആദരവോടെ നോക്കി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. But that same Meenakshi Amma, after a certain time, she has stood there looking at me with great honor. ഇന്ന് എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും ഒക്കെ എന്നെ ആദരിക്കാറുണ്ട്. Today my home people, my town people will honor me. എന്നെ ബഹുമാനിക്കാറുണ്ട്. They have respect for me. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലണമെന്ന് അവർ ആഗ്രഹിക്കാറുണ്ട്. They desire that I go and visit their homes. അന്ന് ഞാൻ കർത്താവിന്റെ നാമം നിഷേധിച്ചിരുന്നെങ്കിൽ, അന്ന് കർത്താവിന്റെ വചനം ഞാൻ അനുസരിക്കാതിരുന്നെങ്കിൽ ഇന്നത്തെ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? In those days, if I had denied the name of the Lord Jesus or not kept the word of God, what would have been my situation today? അതുപോലെ ദൈവം എനിക്ക് വേണ്ടി തുറന്ന വാതിലുകൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന വാതിലുകളാണ്. So in that way, the doors which the Lord opened for us is bringing us into great wonder. എനിക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത മേഖലകളിലേക്കുള്ള വാതിലുകൾ സ്വർഗത്തിലെ ദൈവം തുറക്കുകയാണ്. The heavenly Father opened doors into the realms where even I didn't imagine that the Lord will open like that. അതുപോലെ തന്നെ എത്രയോ മരണകരമായ അവസ്ഥകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ അവിടെ എല്ലാം ദൈവം സൂക്ഷിക്കുന്നത് ഞാൻ കാണുന്നു. The same way, in how many different kinds of situations which brought us to even point of death, in all those situations the Lord has protected, and I have seen it literally. അറബിക്കടലിളകി ഞങ്ങൾ യാത്ര ചെയ്ത മിനി കപ്പൽ മുങ്ങുമോ എന്ന് തോന്നിയ സന്ദർഭമുണ്ട്. When we were traveling through the Arabian Sea and the ship that we were traveling in, we thought it will sink. ഞാൻ യാത്ര ചെയ്ത ടാറ്റാ സുമോ 80-90 കിലോമീറ്റർ സ്പീഡില് ഒരു ലോറിയിൽ ചെന്നിടിച്ച അനുഭവമുണ്ട്. There is an incident where the traveling, we were in Tata Sumo at 80-90 kilometers per hour. We went and rammed into a lorry. ഭാഗ്യവശാൽ അതിന്റെ ടയറിൽ ഇടിച്ചത് കൊണ്ട് വണ്ടി തെറിച്ച് പിൻ ചെയ്തു. Because it hit the tire of it, the vehicle toppled and went away. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് കോവിഡും ന്യൂമോണിയ എല്ലാം ബാധിച്ച്
ഡോക്ടർമാരാൽ തള്ളപ്പെട്ടൊരു അനുഭവം എനിക്കുണ്ടായി. Few months ago, I was affected by COVID and pneumonia. Even the doctors had given up on me. അവിടെല്ലാം ദൈവത്തിന്റെ സൂക്ഷിപ്പ് ഞാൻ കണ്ടു. But in all those kinds of different situations, I saw the preserving, keeping power of God. പണമുള്ളത് കൊണ്ട് നിങ്ങൾ സുരക്ഷിതരാകണമെന്നില്ല. It doesn't mean that because you have certain kind of money that you are protected. അങ്ങനെയായിരുന്നെങ്കിൽ മൈക്കൽ ജാക്സൺ നേരത്തെ മരിക്കുകയില്ലായിരുന്നു. If it was like that, Michael Jackson wouldn't have died prematurely. നിങ്ങൾക്ക് വലിയ സുരക്ഷിത വലയമുള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കരുത്. അങ്ങനെയായിരുന്നെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒന്നും ആ നിലയിൽ മരിക്കേണ്ടവരായിരുന്നില്ല. Just because you have high level of security, don't think that you will be protected. If it was like that, John F. Kennedy, the American president, or even Indian Indira Gandhi or Rajiv Gandhi should not have died in the way they went away. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ അധ്വാനിക്കുന്നു. Unless the Lord protects the city, the builders labor in vain. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയുടെ 20ാമത്തെ ഓർമ്മകൾ പുതുക്കിയ ദിവസങ്ങൾ. Recently there was the memorial of the World Trade Center, the 20 year where it was destroyed. ആ വേൾഡ് ട്രേഡ് സെന്ററിന്റെ 80ാമത്തെ ഫ്ലോറിൽ ഒരു കോൺഫറൻസ് നടക്കുകയായിരുന്നു. In that World Trade Center, in the 80th floor, there was a conference happening. അതിന് ചെയർപേഴ്സൺ ആയിരിക്കേണ്ടയാൾ ഒരു ബോൺ അഗെയിൻ അമേരിക്കൻ ആയിരുന്നു. There was a person who was to be the chairperson of it. He was a born again American. അദ്ദേഹത്തിന് അന്നേതോ കാര്യമുണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് പോകാൻ കഴിഞ്ഞില്ല. For him that day, because he had some other thing happening, he couldn't attend that conference. പിന്നെ അവരുടെ സെക്കൻഡ് പേഴ്സൺ ഒരു മലയാളി നിർമ്മലൻ എന്ന പേരുള്ള ഒരു ട്രിവാൻഡ്രംകാരനായിരുന്നു. Second person was a Malayali who was Nirmalan, a person from Trivandrum. അദ്ദേഹമാണ് ആ കോൺഫറൻസ് നടത്തേണ്ടത് അവരുടെ കമ്പനിയുടെ. To conduct that conference of that company. നിർമ്മലൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് പോയി. Nirmalan had woken up the same morning and went to World Trade Center. തന്റെ ഡ്രൈവർ അല്പം താമസിച്ചാണ് വന്നത്. His driver came little late. അതുകൊണ്ട് താൻ അവിടെ ചെല്ലുന്നതിന് മുൻപ്, അവിടെ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ പ്ലെയിൻ ആക്രമണം ആ 80ാം ആ ഫ്ലോറിലേക്ക് ഒരു പ്ലെയിൻ ഇടിച്ചു കയറി കഴിഞ്ഞിരുന്നു. So because he was delayed, before he reached there, this plane had already hit this World Trade Center. അവിടെ കൂടിയിരുന്നവരെല്ലാം മരിച്ചുപോയി. All those who had already gathered for the conference, everyone perished. ഞാൻ ആ സന്ദർഭത്തിൽ ന്യൂയോർക്ക് സിറ്റിയിലുണ്ട്. That in those situation I was in the New York City. ഈ നിർമ്മലന് ഭയങ്കര വേദനയിലും ദുഃഖത്തിലുമായിരുന്ന സന്ദർഭത്തിൽ ഞാനും മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വിലപിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. This Nirmalan was thinking, oh, what a turmoil that I'm going through. It would have been good if I had died in this accident he was going through. And those who went to comfort, even I was one of them. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാക്കുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. Unless the Lord protects the city, the one who are building it are laboring in vain. എന്നാൽ ദൈവം ഒരാളെ സൂക്ഷിച്ചാൽ എത്ര അത്ഭുതകരം. But when the Lord protects, how glorious and wondrous it is. അതുകൊണ്ട് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന മാനുഷിക സുരക്ഷിതത്വമല്ല ദൈവം നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. The most important thing that we have in life is not the humanly security, but how the Lord protects us. മനുഷ്യരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയും മനുഷ്യരുടെ നേട്ടത്തിനു വേണ്ടിയും യേശുവിന്റെ നാമം നിഷേധിക്കരുത്. For the security of man and for the honor from men, do not deny the name of the Lord Jesus. അറിഞ്ഞ സത്യം കുഴിച്ചിടരുത്. Don't dig down the truth that you have known and hide it. കർത്താവ് പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും എന്റെ വചനം നീ കാത്തു, എന്റെ കൽപ്പനയായിരുന്നു നിനക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. The Lord is saying, because you have even little strength, you have kept my word, you kept my command and not denied my name. നീ എന്റെ നാമം നിഷേധിച്ചില്ല. You have not denied my name. അതുകൊണ്ട് ഞാൻ 3 കാര്യം നിനക്ക് വേണ്ടി ചെയ്യും. Therefore I will do 3 things for you. ഞാനൊരു വാതിൽ തുറക്കും, അതാരും അടയ്ക്കുകയില്ല. I will open a door and no one can shut it.
ഞാൻ നിന്നെ സൂക്ഷിക്കും, I will protect you, ഞാൻ നിന്നെ ആദരിക്കും. I will honor you. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുൻപിൽ വരുന്ന ടെസ്റ്റുകളാണ്. These are all the tests that are coming in front of us. കർത്താവിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴും ധാരാളം പ്രശ്നങ്ങൾ വരും. When we accept the Lord and when we are ready to obey the command of the Lord, we go through different kinds of troubles. വീട്ടുകാർ തള്ളിക്കളയുമോ, നാട്ടുകാർ ഉപേക്ഷിക്കുമോ, ജോലി പോകുമോ, അവര് തല്ലുമോ, ഇവര് കൊല്ലുമോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ ചില ദൈവവചനമൊക്കെ നമ്മൾ മറച്ചു വെക്കാൻ പ്രേരിപ്പിക്കപ്പെടും. When we have all this thought, will my relatives reject me, family people disown me, if my community people will not accept me, we need to, if they kill me, I want to keep the word of God hidden in my heart. കർത്താവിന്റെ നാമം വെളിപ്പെടുത്താതെ നമ്മൾ ശാന്തമായിരുന്നിരിക്കും. We may be at peace without proclaiming the name of the Lord Jesus. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യം കർത്താവിൽ നഷ്ടപ്പെടുത്തും. So 3 things we will lose if we are remaining like that. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയില്ല. The door of heaven will not be open. കർത്താവ് ആദരിക്കുകയില്ല. The Lord will not provide for you, honor you. കർത്താവ് സൂക്ഷിക്കുകയില്ല. Third, the Lord will not be protecting. ഇത് 3 നമുക്ക് ഏറ്റവും പ്രധാനം. These 3 things are the very important things that we need in our life. ഈ 3 കാര്യം നൽകുവാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. These 3 things to provide, no one is able to provide in this world. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ സാധു സുന്ദർ സിംഗിന്റെ അനുഭവങ്ങളിൽ ഒന്നിങ്ങനെയാണ്. If what I heard is true, one of the experiences of Sadhu Sundar Singh is like this. അദ്ദേഹത്തിന്റെ ഒരു അങ്കിൾ ഒരു നാട്ടു രാജാവായിരുന്നു. His one uncle was a ruler of that province. ആ അങ്കിൾ അദ്ദേഹത്തെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്രിസ്ത്യാനിയായി തീർന്ന ഈ സിഖുകാരനെ വിളിച്ചു. That uncle invited him to his palace where this Christian Sadhu Sundar Singh was invited. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു. He told him like this. മകനെ, എനിക്ക് മക്കളില്ലെന്ന് നിനക്കറിയാമല്ലോ. Son, you know that I don't have children. നിന്നെയാണ് ഞാൻ മകനായിട്ട് സ്വീകരിക്കാൻ പോകുന്നത്. I was wanting you to accept you as my son. എന്റെ ഈ സ്വത്തുകളൊക്കെ നിനക്കാണ്. All this wealth that I have is for you. എന്നാൽ തോട്ടികളുടെ മാർഗമായ ഈ ക്രിസ്ത്യാനികളുടെ കൂടെ ഈ മാർഗത്തിൽ നീ പോയാൽ എനിക്ക് തരാനൊക്കെയില്ല. But if you are going in the way of those untouchables, I cannot give you all this wealth. ഈ 4 ബൈബിളും പിടിച്ച് നീ നടന്നാൽ എനിക്ക് നിന്നെ തള്ളിക്കളയേണ്ടി വരും. If you are holding this Bible which close to you, I need to reject you. അദ്ദേഹം ആ ബൈബിൾ മാറോടണച്ച് എനിക്കിത് മതി എന്ന് പറഞ്ഞ് ആ കൊട്ടാരത്തിന്റെ പടിയിറങ്ങിയതായിട്ടാണ് ഞാൻ കേട്ടത്. I heard that he held the Bible close to his chest. He said, "This is enough," and he went out of that palace. മോശയെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. About Moses, the Lord is speaking in Hebrews chapter 11. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് മോശ തെരഞ്ഞെടുത്തു. By faith he forsook Egypt and he chose rather to suffer affliction with the people of God than to enjoy the passing pleasures of sin, estimating the reproach of Christ greater than the treasures in Egypt. മോശ ഫറവോന്റെ സഹോദരിയുടെ മകനായിട്ടാണ് രാജകൊട്ടാരത്തിൽ 40 വർഷം വളർന്നത്. Moses grew up as the son of Pharaoh's daughter 40 years in the palace. റാംസീസ് അന്നത്തെ ഫറവോന്റെ മകനായിരുന്നു. Ramses was the son of Pharaoh that day. പക്ഷേ ഫറവോന് തന്റെ മകനേക്കാൾ ഇഷ്ടം മോശയായിരുന്നു. But Pharaoh was pleased more than his son. He was pleased with Moses. മോശയെ ഈജിപ്തിന്റെ ഫറവോനാക്കുവാനായിട്ട് ഈ നിലവിലുള്ള വൃദ്ധനായ ഫറവോൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാലം. This olden Pharaoh wanted to make the future Pharaoh as Moses in Egypt, and he was desiring that. രാജകൊട്ടാരത്തിന്റെ അണിയറയിൽ ഈ റാംസോസിന്റെ ആൾക്കാരും അവന്റെ അമ്മയും എല്ലാം കൂടെ അതിനെതിരായിട്ട് ഇങ്ങനെ കരുക്കൾ നീക്കുന്ന കാലം.
inside the palace, this Ramses and his mother and all those who were planning and plotting against Moses in those days. പക്ഷെ മോശയിൽ ഒരു കുറ്റവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. But in Moses they could not find any fault in him. അവസാനം അവർക്ക് ഒരു കാര്യം മനസ്സിലായി, മോശ വാസ്തവത്തിൽ ഫറവോന്റെ പെങ്ങളുടെ മകനല്ല, ഇവൻ ഒരു യഹൂദനാണ്, ഒരു എബ്രായനാണ്. അവൾക്ക് ആ ഫറവോന്റെ മകൾക്ക് അവിടുന്ന് നൈൽ നദിയിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ളത് ഇവരറിയുകയാണ്. In the end, they came to know that this Moses is not really the son of Pharaoh's daughter, but this Pharaoh's daughter got this baby from the river Nile. അതവർ കണ്ടെത്തുകയാണ്. They came to find about it. അത് വലിയൊരു വിഷയമായിരുന്നു. And it became a great issue in that days. ഇതിനിടയ്ക്ക് മോശയും മനസ്സിലായി, താൻ ഒരു ഈജിപ്ഷ്യനല്ല, താൻ ഒരു യഹൂദനാണ്. In between that, even Moses came to know that he is no more an Egyptian. He is belonging to the Jewish origin. ഈ കേസ് ഫറവോന്റെ കോടതിയിൽ വരികയാണ്. This case came to the courtroom of Pharaoh. ഇതെല്ലാം മോശയ്ക്കെതിരായിട്ടുള്ള തന്ത്രം മാത്രമായിട്ടാണ് ഫറവോൻ വിശ്വസിച്ചത്. Pharaoh understood and he thought that these are all the tricks and plans against Moses. എതിരാളികൾ പറഞ്ഞു, ഇവൻ ഇന്നുവരെ നമ്മളെ ചതിക്കുകയായിരുന്നു, ഇവൻ ഒരു എബ്രായനാണ്, ഇവന് ഈജിപ്ഷ്യൻ അല്ല. The enemies were saying that this person was cheating us till now. He is not an Egyptian, he is a Hebrew. വൃദ്ധനായ ഫറവോൻ മോശയോട് ചോദിക്കുകയാണ്, മോശേ, നീ പറയുന്ന ഞാൻ വിശ്വസിക്കാം, പറയൂ, നീ ആരാണ്? നീ ഈജിപ്ഷ്യനാണോ അതോ ഞങ്ങളുടെ അടിമവർഗത്തിൽപ്പെട്ട ആളാണോ നീ? The aged Pharaoh is saying to Moses, Moses, we will believe what you are saying. Are you really an Egyptian or are you belonging to the slave group of these Hebrews? അപ്പോൾ മോശ പറയുകയാണ്, ഞാനൊരു ഈജിപ്ഷ്യനാണെന്ന് പറഞ്ഞാൽ ഫറവോൻ വിശ്വസിക്കും, എന്ത് തെളിവ് കൊണ്ടുവന്നാലും ഫറവോൻ വിശ്വസിക്കുകയില്ല. That Moses can say, if I say that I am an Egyptian, whatever proof they may bring against me, the Pharaoh won't believe. He will really believe that I am an Egyptian. അവിടെ വെച്ച് മോശയുടെ പ്രഖ്യാപനം പരിശുദ്ധാത്മാവിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. So there we see the proclamation of Moses. The Holy Spirit is revealing to us. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യം. Hebrews chapter 11:24 onwards. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. By faith, Moses, when he became of age, refused to be called the son of Pharaoh's daughter. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. Choosing rather to suffer affliction with the people of God than to enjoy the passing pleasures of sin, esteeming the reproach of Christ greater riches than the treasures in Egypt, for he looked to the reward. ഈജിപ്തിലെ പൗരാണിക ധനം കുറെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. I have seen the wealth and the treasuries of Egypt, literally. ഈജിപ്തിലെ കെയ്റോയിലെ മ്യൂസിയത്തിൽ ഫറവോന്മാരെ അടക്കിയിരുന്ന സ്വർണ്ണ ശവപ്പെട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. I have seen the golden caskets where they have buried the pharaohs in Cairo in Egypt. അവരുടെ രത്നങ്ങൾ പതിച്ച കിരീടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen the crowns which filled with pearls. ഞാൻ കണ്ടതൊക്കെ അതിനു മുമ്പ് മറ്റ് വിദേശികൾ അതിൽ ഒത്തിരി കൊള്ളയടിച്ചു കൊണ്ടുപോയിരുന്നു. Before, I had seen that many people from foreign places had come and taken a spoil from that place. മോശയുടെ കാലത്ത് അവരുടെ രത്നങ്ങളും സ്വർണവും ഒക്കെ എത്ര അധികമായിരിക്കും. In the days of Moses, how much more the gold and the pearls would have been in abundance. അദ്ദേഹം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപത്തെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. He refused to be called the son of Pharaoh's daughter and chose rather to suffer affliction with the people of God. He wanted to esteem the reproach of Christ greater than the treasures in Egypt. എത്ര വലിയൊരു മടയനായിരുന്നു മോശ മാനുഷികമായ നിലയിൽ. We may think humanly what a great fool was Moses. മരുഭൂമിയിലേക്ക് പോകുകയാണ് പിന്നെ മോശ.
Moses is then going to the wilderness. ഒരു ആട്ടിടയനായിട്ട് പോകുകയാണ്. He is going as a shepherd there. 40 വർഷം രാജകുമാരനായി വളർന്നവൻ. 40 years, the one who had lived as a prince. ഈജിപ്തിലെ രാജാവാകുവാനുള്ള സാധ്യതകളെല്ലാം മുൻപിൽ വന്നവൻ. There were a lot of possibilities there where he could become the future king of Egypt. താൽക്കാലിക ഭോഗം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, if he had loved the temporary pleasures, ദൈവത്തിന്റെ പദ്ധതി വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ, if he had cast away the plan of God over his life, അവൻ അടുത്ത ഫറവോനാകുമായിരുന്നു. he could have become the next pharaoh in that place. അവന് പകരം റാംസീസ് രാജാവായി ഭരിക്കുമ്പോൾ മോശ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ച് നടക്കുകയാണ്. In the place of him, when Ramesses is ruling that place, he is taking care of the sheep of his father-in-law. അവന്റെ തെരഞ്ഞെടുപ്പ് മോശമായി പോയോ? Did his choice become a foolish one? ഇല്ലായിരുന്നു. It was not like that. ഇന്ന് നിങ്ങളൊന്ന് നോക്കൂ. Today, examine yourself like that. ആരാണ് മോശ? Who is Moses? ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു ആദരണീയ പുരുഷനാണ്. Moses is a honorable person for all the Christians all over the world. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് മോശ ആദരണീയനായ ഒരു വ്യക്തിയാണ്. Even for the Muslims all over the world, Moses is a honorable person. ജൂതന്മാർക്ക് മോശ ആദരണീയനായ ഒരു വ്യക്തിയാണ്. Even for the Jewish people, Moses honorable person. കഴിഞ്ഞ 3500 വർഷങ്ങളായിട്ട് മോശയെ അറിയാവുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫറവോനെ അറിയാമോ? And the long 3500 years, the way that Pharaoh Moses is known, is any Pharaoh famous like that? 10 Commandment എന്ന ആ ചിത്രം തന്നെ എത്ര ഓസ്കാർ അവാർഡുകളാണ് നേടിയെടുത്തത്. The movie called 10 Commandments itself, the movie itself, how much Oscar it has won. ഈ മോശയെ നമ്മൾ മറുരൂപമലയിൽ യേശുവിനോടൊപ്പം കാണുന്നു. This Moses, we are seeing him in the Mount of Transfiguration. ഇപ്പോൾ ചിന്തിക്കുക, ആരായിരുന്നു ബുദ്ധിമാൻ? Now you can understand who was the wise person. ദൈവവചനം സ്വീകരിക്കുന്നവൻ, the one who keeps the word of God. കർത്താവിന്റെ നാമം നിഷേധിക്കാത്തവൻ, who does not deny the name of the Lord. അതിനുവേണ്ടി എന്ത് ത്യാഗവും കഷ്ടവും സഹിക്കുവാൻ തയ്യാറാകുന്നവൻ. For him, he is so ready to go through whatever kinds of difficulties and sacrifice. അവൻ ഭോഷനല്ല. He is not a foolish person. അവൻ ഭോഷനല്ല. He is not foolish. അവന് വേണ്ടി ദൈവം വാതിൽ തുറക്കുമ്പോൾ കർത്താവിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞവൻ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കും, തുറക്കപ്പെടുകയില്ല. So for him, when the Lord opens the door, the one who denies the name of the Lord, he will be knocking on the door. Door will not be opened. ദൈവത്തിന്റെ വചനം കാക്കുന്നവനെ ദൈവം ആദരിക്കും. ദൈവത്തിന്റെ വചനം തള്ളിക്കളയുന്നവൻ ആദരവിന് വേണ്ടി അനേകരുടെ കാല് പിടിച്ച് നടക്കും, പക്ഷേ ലഭിക്കുകയില്ല. The one who keeps the word of God will be honored, and the one who does not keep the word, he will go searching for those to be honor him, but he will not receive that. ദൈവത്തിന്റെ വചനം കാക്കുന്നവനെ കർത്താവ് സൂക്ഷിക്കും. അത് അത്ഭുതകരമായ വിടുതലായിരിക്കും. The one who keeps the word of God, the Lord will keep him, and it will be a wondrous. It will be God protecting him miraculously. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ നാമം നിഷേധിക്കരുത്. So dear friends, shall we take a decision? Lord, we do not want to deny the name of the Lord Jesus. ഞാൻ ഈ വാക്യം വായിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.
I want to read this word and conclude. വെളിപ്പാട് 3:8. Revelation chapter 3 verse 8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിയുവാനും സംഗതി വരുത്തും. 10. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. Revelation chapter 3 verse 8 to 10. I would want to read. It is saying that I know your works. See, I have set before you an open door, and no one can shut it. For you have little strength, have kept my word, and have not denied my name. Indeed, I will make those of the synagogue of Satan who say they are Jews and are not, but lie. Indeed, I will make them come and worship before your feet, and to know that I have loved you, because you have kept my commandment to persevere. I also will keep you from the hour of trial, which shall come upon the whole world to test those who dwell on the earth. നമുക്ക് കർത്താവിന്റെ വചനം അനുസരിക്കാം, കർത്താവിന്റെ നാമം മുറുകെ പിടിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Let's hold on to the word of God, not deny his name. May the Lord bless each one of you. Amen. Yeah, amen. Thank you so much, Pastor. Praise God for the wonderful message that we have heard. The Lord has spoken to very clearly and very powerfully from the word of God, that we would hold on to his word and we would be not denying his name. Yes, the Lord will open the door which no man can shut. The Lord will protect us. He will keep us from the hour of trial, and he will provide, he will keep us in honor, where people will know that the Lord has loved each one of us. Can I request Pastor P.A. Johnson from Millary to lead us in prayer for today's conclusion? Praise the Lord. Hallelujah. Hallelujah. പരിശുദ്ധ പിതാവേ, നല്ല രാത്രി വിളക്കായി നന്ദിയോടെ സ്തോത്രം. വയ്യ വിളി കർത്താവിന്റെ പാദവിടെ കടന്നു വന്ന് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ കർത്താവെ അവിടുന്ന് ഒരു പ്രാവശ്യം കൂടി ഈ ഭൂമിയിൽ അവിടുന്ന് സഹാവകാശങ്ങളെ കർത്താവ് ഒരുക്കിയല്ലോ. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അത്ഭുതകരമായി നടത്തിയ ദൈവം എത്ര നല്ലവനെന്ന് ഒരിക്കൽ കൂടി രുചിച്ചറിയുവാൻ ദൈവമായ കർത്താവ് അവിടുന്ന് കൃപ നൽകിയതായി സ്തോത്രം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനുമായ നല്ല കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്ന വിശുദ്ധനും സത്യവാനുമായ ആ യേശുവിന്റെ സാക്ഷികളായി തീരുവാനുള്ള ഭാഗ്യം ദൈവമേ അവിടുന്ന് ദാനം ചെയ്ത് ഓർത്ത് നദിയോട് സ്തോത്രം. ഇതിന്റെ ദാസനെ കർത്താവ് ഇതിന്റെ വചനം പഠിപ്പിക്കുവാൻ നീ അധികാരപ്പെടുത്തിനായി സ്തോത്രം. ഏതാത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിനാൽ പ്രസ്താവിപ്പാനുള്ള കൃപ കർത്താവ് നൽകിയല്ലോ. ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ നിന്റെ ദാസനെയും കർത്താവ് അധികാരപ്പെടുത്തിനായി സ്തോത്രം. സന്നിധിയിലായിരുന്ന ഈ സൂം മീറ്റിംഗിൽ കൂടി അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുകരിക്കണമേ. വരിവരായി ഒരുക്കം പ്രത്യാശയെ നടത്തിക്കാണ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുകരിച്ചനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. Amen. Amen. Thank you so much, dear Pastor. Thank you, Pastor Paul, for teaching us from the Word of God. Thank you all for